കുഞ്ഞ് പോയി ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ. തൂണ് മറിഞ്ഞ് കുഞ്ഞിൻ്റെ ദേഹത്ത് മറിഞ്ഞ് വീഴുമായിരുന്നു തൂണ്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തൂണും ഡേഞ്ചറാണ്, അതും മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കോന്നി ആനക്കോട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കാരണം നഷ്ടപ്പെട്ടത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവനാണ്. ഏകദേശം 4 വയസ്സ് മാത്രം പ്രായമുള്ള കടമ്പനാട് സ്വദേശിയായ അഭിരാം എന്ന കൊച്ചുകുട്ടി ആനക്കോട്ടിന് സമീപമുള്ള കോൺക്രീറ്റ് തൂണ് മറിഞ്ഞു വീണ് ദാരുണമായി അന്ത്യം സംഭവിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുടെയും പൊതുപ്രവർത്തകനായും മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ജയപ്രസാദ് സാറിൻ്റെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എത്ര പേരാണ് പോയത്? ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു. എൻ്റെ വണ്ടിക്കകത്ത് അവരെല്ലാവരും കൂടെ ഓടി. ചേട്ടനും ചേട്ടത്തി എല്ലാവരും കൂടി പോയതാണ്. 1 2 3 4 5 പേരും 3 പിള്ളേരും ഒരുമിച്ച് പോയതാണ്. ഒരപ്പനും ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾ കല്ലേലി അമ്പലത്തിൽ പോയായിരുന്നു. കല്ലേലി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങളവിടെ കയറിയത്. അവിടെ ആനക്കൂട്ടത്തിൽ ആനയെ കാണാൻ വേണ്ടി കയറിയതായിരുന്നു. അവിടെ കയറിയിട്ട് ഞങ്ങൾ ആനയെ കണ്ട് തിരിച്ചിറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു. അപ്പോഴേ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് താഴോട്ട് പോയതാണ്. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഈ കോൺക്രീറ്റ് തൂണായിരുന്നു സൈഡ് മൊത്തം. അങ്ങനെ കുഞ്ഞിനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് കുഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കുഞ്ഞെ തൂണി പിടിക്കുമായിരുന്നു. തൂണ് മറിഞ്ഞ് മണ്ടയ്ക്ക് വീഴുമായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഇല്ല, സ്പോട്ടിൽ ഇല്ലായിരുന്നു. ഞങ്ങൾ അപ്പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഓടി വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു കുഞ്ഞിനെ ചോര കുളിച്ചുകൊണ്ട് ചോര കുളിച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങളെടുത്തുകൊണ്ട് പോയി ആശുപത്രി, അതിൻ്റെ തൊട്ടടുത്ത് ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു സ്റ്റാഫ് പറഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ആശുപത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അടുത്ത് തൊട്ട് ആശുപത്രി കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. കൊണ്ടുകൊടുത്തപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്കെല്ലാം ചോദിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് കുഴപ്പമില്ല, പത്തനംതിട്ടയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, പത്തനംതിട്ടയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ പത്തനംതിട്ടയിലോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ആയിരിക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് മരിച്ചെന്ന്. അവിടെ ചെല്ലുമ്പം തന്നെ ആശുപത്രി ചെന്നിട്ട് കുഞ്ഞ് മൊത്തവും ചോര കുളിച്ച് നിൽക്കുമായിരുന്നു. അവരൊന്നും മിണ്ടിയില്ല ഞങ്ങളടുത്ത്. ഡോക്ടർമാരൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞില്ല. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞങ്ങൾ ചെയ്ത് IC ആംബുലൻസോ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഞങ്ങൾ ചെയ്തതാണ്. ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഇവരെ ഒരു പ്രതികരിക്കാൻ പോലും ഞാൻ ചോദിച്ചിട്ട് പോലും അവരാരും ഒന്നും മിണ്ടിയില്ല. ഹോസ്പിറ്റലുകാരൊന്നും മിണ്ടി. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അതിൻ്റെ തൊട്ടടുത്താണ്. ഈ ആനക്കോട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അവിടെ ചെന്നിട്ട് അവിടുത്തെല്ലാം ഞങ്ങൾ ചോദിച്ചു. അവിടെ ചോദിച്ചപ്പോൾ അവരാരും പ്രതികരിച്ചു പോലും ഒന്നും മിണ്ടിയില്ല. അവർ നേരെ പറഞ്ഞ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എത്രയോ, ഞാൻ അവരുടെ താഴത്തിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് കൂടുതൽ പദ്ധതി വെക്കുക, ബെനിഫിറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് പദ്ധതി വെക്കാത്തൊരു സ്ഥിതിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ ദുഃഖകരമായൊരു അന്തരീക്ഷമാണ്. ഈ മുറ്റത്ത് ഓടിക്കളിച്ച് കിടന്നൊരു 4 വയസ്സുകാരൻ, അത് ആ ദമ്പതികളുടെ ഏക കുട്ടി. അതിൻ്റെ അന്ത്യമെന്ന് പറയുമ്പം അതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അവരാരും പിഴയ്ക്കാത്ത ഒരു കാര്യത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ വിശ്വസിച്ച് ഉല്ലസിക്കാൻ പോയിടത്ത് തീരാ ദുഃഖവുമായി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കുന്നതിനും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിന് ദുരിതത്തിന് സർക്കാർ ഒരു പരിഹാരം, അത് പകരം കിട്ടത്തില്ലെങ്കിൽ പോലും അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാകണമെന്ന് എൻ്റെ അഭിപ്രായം. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ സന്ദർശിക്കാത്തതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരു മനുഷ്യത്വപരമായ സമീപനമാണല്ലോ. ആ മനുഷ്യത്വപരമായ സമീപനത്തിൽ അവർ ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും അത് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ MP അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശിക്കും. അപ്പോൾ അത്തരത്തിൽ അവർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മാത്രം അതിനെക്കുറിച്ചുള്ളൊരു, അതല്ലാതെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ പ്രതിഷേധിക്കും, ബഹളമുണ്ടാക്കും എന്നുള്ള ഒരഭിപ്രായമൊന്നും എനിക്കില്ല. അതിനെല്ലാത്തിനും ശാശ്വതമായ പരിഹാരമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെ കിട്ടും എന്ന പ്രതീക്ഷ നമുക്കില്ലല്ലോ, അത് അസാധ്യവുമാണ്. എങ്കിൽ നീതിബോധത്തിൻ്റെ പ്രശ്നമുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ അടക്കമുള്ളവർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതരടക്കമുള്ളവർ, വേണ്ടുവന്ന വനം വകുപ്പ് മന്ത്രി പോലും ഈ അനുശോചനമല്ല, ഈ ഭവനം സന്ദർശിക്കണമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തൂണും ഡേഞ്ചറാണ്, അതും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ല ഒന്നും കാണിച്ചിട്ട് പോലും ഇല്ല. അത് കോൺക്രീറ്റ് തൂണ, പഴയ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള തൂണ. കുഞ്ഞു പോയി തൊട്ടതേ ഉള്ളൂ, തൂണ് മറിഞ്ഞു പോയി. കുഞ്ഞു പോയി ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ, തൂണ് മറിഞ്ഞ് കുഞ്ഞിൻ്റെ ദേഹത്ത് മറിഞ്ഞ് വീഴുമായിരുന്നു തൂണ്. അതിൻ്റെ തൊട്ടടുത്ത് തൂണ് ഇപ്പോൾ ഉണ്ട്, അത് തൊട്ട് കഴിഞ്ഞാൽ ആ തൂണും മറി.
ഞങ്ങൾ അപ്പോഴും അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കുഞ്ഞിനെ പത്തനംതിട്ടയിൽ വിട്ട് കഴിഞ്ഞിട്ട് ആ തൂണിനെ പോയി ഞങ്ങൾ ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തപ്പോൾ അടുത്ത തൂണും മറിയാൻ വേണ്ടി നിൽക്കുക. അത് ഇച്ചിരി ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ ആ തൂണിൽ, പിടിയുള്ളൂ. ആനക്കൂട്ടിൽ വലിയ അനാസ്ഥയുണ്ട്. അനാസ്ഥയുണ്ട്. ആനക്കുട്ടി ഭയങ്കര അനാസ്ഥയാണ്. ഒരു സേഫ്റ്റി ഇല്ല ആനക്കുട്ടി. ഞാൻ ഇന്നലെയും പറഞ്ഞ ഇന്നലെ ഒരു സേഫ്റ്റി ഇല്ല. അല്ലെങ്കിൽ ആ ഇത്രയും ഞങ്ങളുടെ കുഞ്ഞൊന്നും അങ്ങനെ ചാവത്തില്ല, മരിക്കത്തുമില്ല. ആ തൂണ് മറിഞ്ഞുകൊണ്ടാണ്. വലിയ ആൾക്കാരാണെങ്കിൽ ആ തൂണ് മാറ്റി നമുക്ക് എന്തെങ്കിലും മറിഞ്ഞു വീണ എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. കുഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയേ ഉള്ളൂ ആ പുല്ല്. ആ തൂണ് അത്രയും വലിയ പൊക്കത്ത് നിൽക്കുക. ഒരു സേഫ്റ്റി ഇല്ലാത്ത സംഭവം. ഒരു കുഞ്ഞാനയെ മേടിച്ചിട്ട് അതിനെ സേഫ്റ്റി ആയിട്ട് വളർത്തുന്നുണ്ട് വരുന്നവർക്ക് കാണാൻ വേണ്ടി. മനുഷ്യർക്ക് അവരെ ഇപ്പോഴും ഗൂഗിൾ പേയിലാണ് പൈസ സേവിക്കുന്നത്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പൈസ അവരെടുക്കുന്നില്ല. അവർ പറയുന്ന ഗൂഗിൾ പേയിലാണ് പൈസ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് അവർക്ക് പൈസ വേണ്ട, ഗൂഗിൾ പേ അയച്ചു കൊടുക്കാൻ വേണ്ടി. അതെന്തോ കാരണം നമുക്കറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഗൂഗിൾ പേയിൽ പൈസ വേറെ അക്കൗണ്ട് കിട്ടിയിട്ടാണ് ഗൂഗിൾ പേയിൽ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ കയറുന്നത് മാത്രം.